കാണ് കാണ് നല്ലോണം കണ്ടു പഠിക്ക്. നിന്റെ തോന്നിയാസത്തിന് ഇതൊക്കെ മൊത്തം കണ്ടു പഠിക്കണം നീ കേട്ടാ. എന്റെ അച്ഛൻ ഞാൻ ഇത്ര നേരം ഇരുന്ന് പഠിക്കായിരുന്നു. ഞാൻ ഇപ്പൊ ഒന്ന് പാട്ട് വെച്ചാണ് അച്ഛൻ ഇത്രയും പറയുന്നത്. ഇതാണ് പാട്ട്? ഇത് പേക്കൂത്താടി പേക്കൂത്ത്. ഞാൻ വല്ല പറഞ്ഞാലും കുഴപ്പം. അപ്പൊ തള്ളക്കും കണ്ടൂടാ മോക്കും കണ്ടൂടാ. മണ്ടു ഇവിടെ വന്നേ. അതിന്റെ ശബ്ദം പോലും ഒന്ന് കുറക്കില്ല അവിടെ. എന്താ എന്റെ അമ്മ ഞാൻ ഇത്ര നേരം പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? ഒന്ന് പാട്ട് കേട്ടാൻ അച്ഛൻ വന്ന ചിത്രം കണ്ട് ബഹളം ഉണ്ടാക്കുന്നു. മണ്ടു നീ ഇതിനകത്ത് ഉണ്ടായിട്ടാണ് അവിടെ ഈ തോന്നിയാസം കണ്ടോണ്ടിരിക്കണത് ആണോ? എന്റെ ഇട ഇത്ര നേരം അവള് പഠിക്കുമായിരുന്നു. അതെ, പത്രത്തിലും ടിവിയിലൊക്കെ കാണുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോ മനുഷ്യന് നെഞ്ച് കത്തുകയാണ്. ആ രമേശന്റെ മകളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? എന്തൊരു പേര്? ദീപ്തി. ദീപ്തിയോ കൂപ്തിയോ എന്തോ. ദീപ്തി നിർത്തിയിട്ട് കുറെ നാളായി. അവള് അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ശരിക്കും? അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഒന്ന് പറയത്തില്ലേ? അവൾ അതൊന്നും അറിഞ്ഞിട്ടില്ല, അതിനാണ് അവളോട് ദേഷ്യപ്പെടുന്നേ. വല്ലവരും ഒളിച്ചോടി പോണെങ്കിൽ എന്റെ മെത്തഡാണ് ദേഷ്യം. കണ്ടാ എങ്ങനെയുണ്ട്? നീ തർക്കുത്തരം കൊണ്ട് പറഞ്ഞു പഠിക്ക്. അതിന്റെ ഒരു കുറവ് കൂടി ഉള്ളത് നിനക്ക്. നിനക്ക് തന്നെ തുടക്കം. കണ്ടാ അവള് ഇഷ്ടായില്ല. സത്യയുടെ നിങ്ങൾക്ക് എന്താണ്? ആ കൊച്ചു എവിടെ ഇരുന്നാലും അതിനെ വഴക്ക് പറയണം. ഞാൻ വെറുതെ വഴക്ക് പറയുന്നതാണോ? പിന്നെ അല്ലാതെ എന്തിനാണ്? അതെ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെൺകുട്ടികളുള്ള ഒരു അച്ഛന്റെ ആധി. ആ പെൺകുട്ടിയുടെ അമ്മയാണല്ലോ ഞാൻ. എനിക്ക് അവളെ നല്ലോണം അറിയാം. എനിക്ക് ആ ആദിയില്ല. ഇതിപ്പോ അവളെ ഒന്ന് തിരിയാനോ മറയാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കൂല. ഇവിടുന്ന് ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല. അതിന്റെ കൂട്ടുകാരോട് മിണ്ടാൻ പാടില്ല. ആരെങ്കിലും അത് എന്റെ ഫോണിലാണ് വിളിക്കണേ, വിളിച്ചാ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു മോനുണ്ടല്ലോ, അവന്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധയും കാണാനില്ലല്ലോ. അവൻ ഇന്നലെ പോയവനാ ഇവിടുന്ന്. ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചെന്ന് അറിയാമോ? ഒരു വട്ടം പോലും അവൻ എടുത്തുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല. എന്റെ മണ്ടു, അവനൊരു ആൺകുട്ടിയല്ലേ. അവൻ എവിടെ പോയാലും ഒരു പോറലില്ലാണ്ട് അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ. അപ്പൊ പിന്നെ മോളോ? വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞ് വട്ട വെക്കും. അതെ, ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയില് വീണാലും കേട് ഇലയ്ക്ക നമ്മക്ക. ഞാൻ അതിന്റെ ആദ്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, ഇനി പോയ അവളെ വിളിച്ച് വീണ്ടും ചീത്ത പറയാനാണോ? മോളെ അവളെ അതെ, നമ്മുടെ അപ്പുറത്തെ വാടക വീടില്ലേ, അവിടെ 2 പുതിയ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അച്ഛനും മോനാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് അധികം നേരം ആ പുറത്തു കൂടെയുള്ള നടത്തവും പരിപാടിയൊന്നും വേണ്ട കേട്ടാ. ഞാൻ അയാളോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ അത്ര ഒരു സുഖമുള്ള ആളാന്ന് അച്ഛന് തോന്നിയിട്ടില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, പോയിക്കോ. അത് പറയണ്ടേ? എന്തിനോ അവളോട് പറഞ്ഞത് നിനക്കും കൂടി ഉള്ളതാണ്. അത് മനസ്സിലാക്കിക്കോ. അച്ഛാ ബാറ്റ്മാൻ കളിക്കാൻ വന്നല്ലേ? ശിങ്കാരി മേളല്ലോ. എന്നാ ബോളിംഗ് കൂട്ടും. എടാ കളിക്കണതിന്റെ മുമ്പ് ഒന്ന് വാമപ്പ് ആവണം, അറിയോ? എന്നാ തുടങ്ങാം. ചെയ്തോ. ലവ് ബോൾ തൊട്ടോ. എടാ ഉണ്ണി, നീ ഇതെന്താ കാണിക്കണേ? നിനക്ക് അവിടെ പോയിട്ട് അത് എടുത്തൂടെ? ഞാൻ ഏടിയില്ലത്. നീ ഉള്ളോടത്തേക്കല്ലല്ലോ ഇട്ട് തരിക. ഞാൻ പ്ലേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. നിന്റെ കയ്യിൽ കിട്ടരല്ലോ. നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇത് ഇങ്ങനെ എടുക്കണം അങ്ങനെ കളി. എടുത്തോട്ടാ. കറക്റ്റല്ലേ ഇട്ടത്?
അച്ഛനെ നോക്കൂല കോട്ടിന്റെ ഞാൻ ഇങ്ങനെയല്ലേ നിക്കണേ, നീ ഇങ്ങോട്ടാണോ ഇടുക എന്റെ ബാക്കിലേക്ക്? അച്ഛാ ഞാൻ ചോദിച്ചാൽ കറക്റ്റ് സ്ഥലത്തല്ലേ ഇട്ട് നീ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ തെക്കോട്ട് വടക്കോട്ട് തെക്കോട്ട് ഉണ്ട് നേരെ കറക്റ്റ് ഇങ്ങനെ അടി അടി കളി കളിക്ക് വേഗം നോക്ക്. തന്നെയാണ് നിങ്ങളെ എവിടെ എന്ത് കാര്യം ഉണ്ണിയത്? അല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇത് കോർട്ട് ആ. ഇതെന്റെ കോർട്ട് ആ. ഇത് അച്ഛന്റെ കോർട്ട് അതെ ഞാൻ എന്റെ കോട്ടിലേക്കല്ല ഇട്ടെന്ന്. ഇതാരെ കോർട്ട് ഏത് അത് ഇതണ്ടോ ഇതിന്റെ ഇപ്പുറം വരെ അല്ലേ കോർട്ട്? ആ. ഇത് ഇവിടെ വീണ് ഇത് ഔട്ട് ഓഫ് കോർട്ട് ഞാൻ കളിക്കണം. കളി കോർട്ട് കണ്ട് ആ എടുക്കണ്ട കളിക്ക് വേഗം നോക്ക്. ഐ, ശരി മിസ്റ്റേക്ക് നിനക്കിത് കളിക്കാൻ അറിയോ? റെഡി റെഡി ഞാൻ ചുറിയൂർക്കോട് കൂടി നിൽക്കുന്ന കണ്ടില്ലേ? ആ എന്താ അവിടെ? ഒന്നുമില്ല. നീ പഠിക്കുകയാണോ? ആ. നീ പഠിക്കാണോ അതോ കാഴ്ച കണ്ടോണ്ട് നിൽക്കാനോടി? കേറി പൊടിയാത്ത്. ഓക്കെ, ഇനി മേലാൽ ഇത് പുസ്തകമായിട്ട് ഇവിടെ വന്നു നിന്നിട്ട് നാട്ടിൽ ഈ കാഴ്ചകളും കണ്ടോണ്ട് അടിയിട്ടിട്ട് എടുത്ത് നിനക്ക് കരുവാ. അത് നന്നായിട്ട് കളിക്ക്. ഒട്ടാളക്കാരനാ ആ മകനായിട്ടുള്ള വേറെ എന്തോരം സ്ഥലമുണ്ട്. ആ വീടിന് പിന്നാമ്പത്തോടെ പോയിരുന്നു കളിച്ചാ പോരെ. ഓമാളികള് ഉണ്ടോ? കളിക്ക്. അതെ ആ കളി വേണ്ട, അനക്ക് ഈ കളി പറ്റില്ല. അതെയാ എടാ ഫുട്ബോൾ കളിക്കാനോ? എന്ത് ഫുട്ബോൾ കളിക്കാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ഇവിടെ? ആ എടാ ഇവിടെ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാലേ എന്താ ബോളാ വളപ്പിലേക്കാ പോയാലോ? എന്തേരി കിട്ടും അതിങ്ങട്. പിന്നെന്താ? ഓ അത്ര നല്ല അയൽക്കാരാ. നമ്മളിവിടെ പുതിയത് വന്നതാണ്. ഒന്നൊന്ന് പരിചയപ്പെടാച്ചിട്ട് ഞാൻ ഇന്നലെ ഒന്ന് അങ്ങോട്ട് ചെന്നു. അപ്പൊ അവിടെ സത്യം എന്ന് പറഞ്ഞൊരു അടുത്തുണ്ടല്ലോ. ആ ഞാൻ പരിചയപ്പെടാൻ അങ്ങോട്ട് ചെന്ന വഴിക്ക് അയാൾ ഓടിയിട്ട് വന്നിട്ട് ആ ഗേറ്റ് അടച്ചിട്ട് ആരാ എന്താ ഞങ്ങളുടെ സുഹൃൻ അയൽവക്കത്ത് താമസിക്കാൻ വന്നു. ഓ ശരി നേരം മണ്ണൊക്കെയാ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. എത്ര കാലായി കൊമ്പ മീശ ഇങ്ങോട്ട് നടക്കുന്നത്? ഇത് രണ്ടും അങ്ങോട്ട് കട്ടി എന്നിട്ട് പോയോക്കെ. പിന്നെ അവർക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ മീശ കട്ടിയല്ലേ. അതിർത്തിയിലെ ജനങ്ങളെ പറപ്പിച്ച ആളാ ഞാൻ. പോലക്കേന്ന്. അതെ ഈ കളി ഇനി വേണ്ട. നാളെ കാലത്ത് ഞാൻ 5 മണിക്ക് വിളിക്കും. എന്റെ കൂടെ വന്നോളണം ഓടാൻ. 5 മണി വേണ്ട, കുറച്ച് കൂട്ടാൻ പറ്റും. അതൊന്നും പറ്റില്ല. 5 മണിക്ക് വിളിക്കും. മണ്ടക്കൊന്നും കുളിച്ചിട്ട് വല്ല കഴിക്കണം. ഏറ്റവും നല്ല കളിയില്ല ചെസ് ക്യാരംസ് എന്തെങ്കിലും കഴിക്കാറാ പറ. ഹലോ ആ എന്നെ മനസ്സിലായ? ആ ഞാൻ കണ്ടിട്ടുണ്ട്. ഏടെ കണ്ടിനി? ആ എന്റെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ താമസക്കാരനാണ്. ആ എന്ന് പഠിക്കുന്നത്? ഞാൻ PSC കോച്ചിങ് ആണെന്നിരിക്കുക. ഏടാ? മൊയ്തു സാറിന്റെ അടുത്ത്. മൊയ്തു സാറിന്റെ കോച്ചിങ് സെന്ററിലാ? ആ മൊയ്തു സാർ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ആ. മൊയ്തു സാർ പറഞ്ഞാണ് ഇപ്പൊ നമ്മള് താമസിക്കുന്നത്. പുതിയ വീട് വെക്കുന്നുണ്ട്. ആഹാ. ആ നിങ്ങളെ പരിചയപ്പെടണമെല്ലാം ഉണ്ടായിനി. ആ. പക്ഷെ നിന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് തോന്നുന്നല്ലേ? ഓൾഡ് ഈസ് ഫാഷൻ. സാറില്ല എന്താ പേര്? നിശാഗന്ധി. നിശാഗന്ധി ആ. എന്റെ അമ്മായിയുടെ പേര്. പക്ഷെ അമ്മായിക്ക് ഈ പേരുകൊണ്ട് ഒരു ഗുണമില്ല. കാരണം അമ്മായിനെ ആരും വിളിക്കില്ല, യക്ഷിപ്പാറു നിനക്ക് വിളിക്കും. അമ്മാവനടക്കം എപ്പോഴും കാണും കേട്ടോ. നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നെല്ലാം. എനിക്ക് അവിടെ ആരും സുഹൃത്തുക്കളില്ല. അച്ഛൻ മാത്രം എപ്പോഴും വർത്താനം പറഞ്ഞുകൊടുക്കും. അപ്പൊ നമ്മൾ അയൽവാസിയല്ലേ അല്ലേ? ആ വരുന്ന വണ്ടി ഇല്ല ഞാൻ നടന്നു പൊയ്ക്കോ. എവിടെ പണി നീ? PSC കോച്ചിങ്ങിന് പോയതോ? ഈ വഴിയിലാ? അല്ല വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് പോവാ. പിന്നെ ഇവിടെ ഇരിക്കണേ? ഇയാളെ കണ്ടു. ഏടാരടി? അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ കണ്ണമായിട്ട് വർത്താനം പറഞ്ഞു. നീ നിനക്കെന്താടി? പഠിക്കാൻ പോയി പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോണം. പോടി. ഏടാ? ഞാനേ കണ്ണി കണ്ട ഒരാളല്ല. ഇത്? ഓളെ വീട്ടിലെ തൊട്ടിപ്പുറം താമസിക്കുന്ന ഒരാളാ. അതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താ? അയൽവാസി ഒരാവശ്യം വന്ന് ഓടിപ്പോണ്ട ഞാനാ. അവൾക്ക് ആവശ്യത്തിന് കുടുംബക്കാരുണ്ട്, ഞങ്ങള് ആൾക്കാരുണ്ട്. നിങ്ങള്? ഞാൻ ആരാവട്ടാ? നീ നിങ്ങൾ ആരാന്ന്? നിങ്ങളുടെ പേര്? എന്റെ പേര് ഉണ്ണി. ഉണ്ണിയാ? ആ അച്ഛൻ പട്ടാളത്തിലാണ്. അതുകൊണ്ട് നീ എന്ത് ബോംബ് ഇട്ട് കളയോ? ഇല്ല ഇവിടെ പട്ടാളക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടാ.
ഞാൻ എന്ത് ചെയ്തു ചേട്ടാ? നീ ഒന്നും ചെയ്യണ്ട. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ വഴി തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ഇത് സ്ഥലം വേറെയാണ് കേട്ടാ. കേട്ടാ പോ എടുത്തോളാ. ഇല്ല ചേട്ടാ, ഞാനേ എന്റെ വീടിനടുത്ത് എന്താ? വീടിനടുത്താണെങ്കിൽ എന്താണ്? താമസിക്കുന്ന വീടിന് തൊട്ടപ്പുറത്തൊരു അതൊക്കെ ഒരു ആങ്ങളാണ്. നീ അവനെ പരിചയപ്പെടും കേട്ടോ. ആണുങ്ങളായിട്ട് പരിചയപ്പെടും. ഓണോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവക്ക് എന്തേലും കുലുക്കൊണ്ടെന്നൊക്കെ വല്ല മരത്തിന്റെ അടുത്തോ കല്ലിന്റെ അടുത്തോ പറഞ്ഞെങ്കിൽ അത് മറുപടി പറഞ്ഞാനെ. ഞാനിനി എന്ത് ചെയ്തെന്നാ അമ്മ? നീ എങ്ങോട്ടാണോ? അതെ, അങ്ങ് അവള് കൊഞ്ചി കുഴഞ്ഞങ്ങ് വർത്താനം പറയാണ് കണ്ണിക്കണ്ട അലപരാധികളെടുത്ത്. എടി നിന്നോട് അച്ഛൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടുകാരായിട്ട് സംസാരിക്കലേക്ക് ഇന്നിരിക്കാൻ പോരുത്. എന്റെ ചേട്ടാ, ഞാൻ ഇനി മനഃപൂർവ്വം പോയി സംസാരിച്ചൊന്നുമല്ല. വന്ന വഴിക്ക് കണ്ടു. അപ്പൊ അവൻ നിർത്തി എന്നോടാണ് അവൻ സംസാരിച്ചത്. നിർത്തി പറയുമ്പോ നീ എന്തിനാണ് തിരിച്ചു പറയാൻ നിക്കണത്? ഡി കൊച്ചേ, നിനക്കറിയാമോ ഈ കുടുംബത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ വളർന്നു വന്നതാണ്. അവരൊക്കെ പഠിച്ചു, കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇനി എന്ത് പേര് ദോഷമാണ് അമ്മ? എടി നീ അമ്മാവനോട് വർത്താനം പറയണവള്. നിന്നോട് പഠിക്കാൻ പോണ സമയത്ത് പഠിക്കാൻ പോവുക, അത് കഴിഞ്ഞ നേരെ തിരിച്ച് വീട്ടിൽ വരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. പിന്നെ എന്തിന് കണ്ണി കണ്ട ഈ ഉണ്ണിയും കിണ്ണിയും മണ്ണുണ്ണികളെടുത്ത് വർത്താനം പറയണത്? യവന്മാര് പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നുണ്ടൊക്കെ. എന്നിട്ട് അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത്തിരി പെട്രോൾ ഒഴിച്ച് കത്തിക്കും. എടി അവന്റെയൊക്കെ സ്വഭാവം നിനക്കറിയാമോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ എങ്ങനെയാണെന്ന് അറിയാവുന്നോണ്ടാണ് നിന്നോട് പറയണത്. ഞാനിവിടെ എന്ത് പറഞ്ഞാലും ഒരു വിലയില്ല. അത് തള്ളയ്ക്കും അതെ, മുഴുക്കും അതെ. എന്റെ മണ്ടു, പെമ്പിള്ളൊരു വഴിതെറ്റിപ്പോയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തള്ളമാർക്കാണ്. അതിന് അവൾ അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞതല്ലെന്ന്. അങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് വന്നാൽ എന്തിനാ ഒഴിഞ്ഞു മാറി വീട്ടിൽ പോണം? എന്റെ അളിയാ, അവിടെ വെച്ച് ആ കിണ്ണിയ ഉണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ അവനെ റെഡിയാക്കിയനാ. പക്ഷെ ഇനി അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആ ചീത്ത പേരും നമ്മളെ കുടുംബത്തിൽ വരും. നാട്ടിലിപ്പോ ഒരു വർത്താനം ഉണ്ടാകാതെ അമ്മാവൻ ഇത്രയും ചൂടാവോ? ഇനിയിപ്പോ നമ്മൾ കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും പോണ്ട. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി മുതൽ ഇവിടെ പഠിക്കാൻ പോണ്ട. അമ്മായി പഠിക്കാൻ പോകണ്ടെന്ന് മാത്രമല്ല അളിയാ, ഇനി ഇവിടെ ഇങ്ങനെ ഇവിടെ നിർത്തണ്ട. എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം. മതി പഠിച്ചിടത്തോളം. അല്ലെങ്കിൽ ജോലി മണ്ട, എവിടെ സമ്പാദിച്ചു ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമല്ല. നമ്മളെ കുടുംബത്തിൽ ഒരു പെണ്ണും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതിന് ആവശ്യമുണ്ടോ അളിയാ? ഇല്ല. ഇല്ല. അതെ, ഇനി വൈകിക്കണ്ട. എവിടെ പറ്റിയൊരു ചെറുക്കട കൊണ്ടുവരാൻ ആളെ ഞാൻ വിടാം. നല്ലത്. അത് മതി. അത് മതി അച്ഛാ, അത് മതി. ഓക്കെ. ഇതെങ്ങനെണ്ടാ? ഇത് നിറം പോരാ അച്ഛാ. അത് അവൾക്ക് പറ്റൂല, ചേരൂല. അവൾക്ക് ചേരില്ല അല്ലേ? അതെ, ഇത് അവൾക്ക് ചേരില്ല എന്നാ പറയണേ. ചേരൂലേ? ആ, വേറെണ്ടോ? ചേരണതുണ്ടല്ലോ. ആ, നട്. വേറെ പട്ടു പോലത്തെ പയ്യനാണ്. ഇതെങ്ങനെണ്ടാ? എന്താ ജോലി ചെയ്യാക്ക്? ജോലി എന്തിനാണ്? ജോലിയുടെ ആവശ്യമില്ല. ഒറ്റ മോനാണ്, ഒരേ ഒരു മോൻ. കോടികളെല്ലാം ഉള്ളത് അച്ഛനും അമ്മയ്ക്കും. ഒറ്റ മോനാണെങ്കിലും അല്ലെങ്കിലും ജോലി ഉള്ളതേ നമ്മൾ എടുക്കണുള്ളൂ, അല്ലാത്തത് വേണ്ട. ജോലി ഉള്ള കേസ് വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള വല്ലതും ഉണ്ടോ? കാണിക്ക്. ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ആ, കാണിക്ക്. വേറെ ഇതൊന്നും ആ, ഇത് കൊള്ളാലോ. ഇത് ഞാനുണ്ട്. കൊള്ളാം. ഇത് നല്ലതാ. ഞാൻ ഉദ്ദേശിച്ചതാ ഇതേപോലത്തെ ചെറുക്കനെയാ. അത് തന്നെ. എടാ നോക്കടാ, ഇതെങ്ങനെയുണ്ട്? ഇതൊന്നും ആ, ഇത് കൊള്ളാലോ. ഇത് ഞാനുണ്ട്. കൊള്ളാം. ഇത് നല്ലതാ. ഞാൻ ഉദ്ദേശിച്ചതാ ഇതേപോലത്തെ ചെറുക്കനെയാ. അത് തന്നെ. എടാ നോക്കടാ, ഇതെങ്ങനെയുണ്ട്?
എന്റെ അച്ഛൻ ഇത് ടോവിനോ തോമസ് ആണ്. സിനിമാ നടൻ ടോവിനോ ആണെന്നത്. അയാൾ കല്യാണം കഴിച്ചിട്ട് 2 മക്കളും ഉണ്ട്. അതെ. എന്തെന്ന് ഇയാൾ ഈ കാണിക്കണത്? അതെ, നല്ലത് വല്ലതും ഉണ്ടാകാൻ കാണിക്ക്. ഈ സിനിമാ നടന്മാരൊന്നും വേണ്ട, അതൊന്നും നടക്കില്ല. വേണ്ട അല്ലേ? വേറെ ഉണ്ട്, നല്ല സാധനമുണ്ട്. അച്ഛാ എന്തേലും കൊടുത്ത് ഇയാളെ പറഞ്ഞുകൂടും, അല്ല അടുത്തത് ആസിഫ് അലിയുടെ പടം കാണിക്കും. മോനെ, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നടത്തിയവനാണ് കേട്ടാ ഞാൻ. അതിന്റെയാണ് ഇവിടെ അനുഭവിക്കണ. 20 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഈ പണി. എന്റെ വേറെ ഉണ്ട് കേസ്. ഞാൻ കാണിക്കാം. ഒരു കാര്യം ചെയ്താൽ മതി. ആ. ഇനിയേ നല്ല ഏതെങ്കിലും കേസുകൾ വരുമ്പോ അപ്പൊ മാത്രം കൊടുത്താൽ മതി കേട്ടാ. ജോലിയുള്ള കേസ് അല്ലാതെ നമ്മൾ എടുക്കില്ല. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ. അവനെന്താ മാന്ത്രന് വെച്ചോ. പിന്നെ ഇതിലുള്ളൊന്നും അത്ര നല്ലതല്ല. വേറെ ഉണ്ട് എന്റെ ഇത് കേസ്, അത് ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ എന്നാ അത് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നില്ലേ? അതായിരുന്നു നല്ലത്. അപ്പൊ ഇത് കിട്ടൂലല്ലോ. എന്നാ ശരി. എന്നാ ശരി, വിട്ടോ. ആ വിട്ടോ. കായം വെള്ളം ഒന്നും വേണ്ട. ഇല്ല, പോയിട്ട് വാ. ഇതൊന്നും നടപടിയാവില്ല അച്ഛാ. നമുക്ക് വല്ല മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യാ. നല്ല കേസുകൾ വരുവേ. വെറുതെ 500 കളഞ്ഞു. അല്ല, അയാൾക്കിപ്പോ അത് മാത്രല്ലേ ഉള്ളൂ. നടക്കാൻ പാടില്ല. പെണ്ണ് കെട്ടിക്കാൻ നടക്കുകയാണ്. ആ PSC കോച്ചിങ്ങിന്റെ അവിടുത്തെ മാഷാണ്. അച്ഛൻ സംസാരിക്കും. നമസ്കാരം. 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 മനസ്സിലായില്ലേ? മനസ്സിലായി, മറ്റേ PSC അല്ലേ? മൊയ്തുവാണ്. വാ, കേറിയിരിക്കാം. വേണ്ട, നിന്നോളാം. മോളെ കുറച്ചു ദിവസമായിട്ട് ക്ലാസ്സിന് കാണുന്നില്ല. ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫാ. എന്താ പറ്റിയ? സുഖല്ലേ? സുഖമില്ലായിരുന്നല്ല, മോളിനി ക്ലാസ്സിലേക്ക് വരുന്നില്ല. പഠിത്തമൊക്കെ നിർത്തി, മതി പഠിച്ചത്. അയ്യോ, അങ്ങനെ പറയരുത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള മോളാണ്. റാങ്കൊക്കെ പ്രതീക്ഷയുടെ ഒരു മോളാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി ആ പ്രതീക്ഷ തകരാതിരിക്കാൻ വേണ്ടിയിട്ടപ്പോ പഠിത്തം നിർത്തുന്നത്. എന്താ ഉണ്ടായെന്ന്? അതെ, നിങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടി പോയത്? അവള് കുറച്ച് ദിവസം അവിടെ പഠിച്ചിട്ടുള്ളൂ. കുറച്ച് ദിവസമായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാണോ അല്ലയോ? അതെ അതെ. ഒളിച്ചോടി പോയില്ലേ? കുറെ തല തിരിഞ്ഞ ആൺകുട്ടികളും കുറെ പെൺകുട്ടികളും അവര് മുഴുവൻ അഴിഞ്ഞാടി നടക്കാന്നാണല്ലോ നാട്ടുകാർ പറയണത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് എന്റെ മോളവിടെ എനിക്ക് താല്പര്യമില്ല. അതാണ് സാറേ, അങ്ങനെ പറയരുത്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് നല്ല ജോലികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. സാറേ, കോച്ചുമാർ കളത്തിലിറങ്ങി കളിക്കാറില്ലല്ലോ. കളിക്കാരെ കൊണ്ട് കളിപ്പിക്കലേ ഉള്ളൂ. നമ്പ്യാർ ഓടുന്നില്ലല്ലോ സാറേ, ഉഷയല്ലേ ഓടുന്നുള്ളൂ. അതാരും ഉഷ. ഉഷ. അതെ, എന്റെ മോൾ എന്തായാലും ഇനി മുതൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വിടുന്നില്ല. അത് നിർത്തി. അവിടെയുള്ള ഒരൊറ്റ ആൺകുട്ടികളെയും എനിക്ക് വിശ്വാസമില്ല. അവളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുക. സാറേ, അങ്ങനെ പറയരുത്. കാരണം ഒരുപാട് ഭാവിയുള്ള ഒരു മോളാണേ. മാഷേ, അവളുടെ അച്ഛനും അവളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത് അല്ലേ? ഞങ്ങൾക്കില്ലാത്ത ആശങ്ക എന്തിനാ നിങ്ങൾക്ക്? അല്ല, പഠിപ്പിക്കുന്ന അധ്യാപകരാതുകൊണ്ട് പറഞ്ഞാണ്. ശരിയാ പോ. ശരി. ആയിക്കോട്ടെ. മാഷന്മാരാത്രേ ആൺപിള്ളാരും പെൺപിള്ളാരും കൂടെ അഴിഞ്ഞാടണോടത്തേക്ക് വീണ്ടും മോളെ പഠിക്കാൻ വിടണമെന്ന് ഉണ്ടായിരുന്നു. അത് നടന്നേ.